കോൺഫറൻസ് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. നമുക്കിനി എൻ്റെ റൂമിലേക്ക് പോകാം. ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാജുവിനോട് താരമാധവ് പറഞ്ഞു. അതിനെന്താ, പോകാം. അയാൾ സമ്മതിച്ചു. 2ാമത്തെ നിലയിലായിരുന്നു അവളുടെ മുറി. താരയോടൊപ്പം അയാൾ നടന്നു. കോൺഫറൻസ് കഴിഞ്ഞപ്പോഴേക്കും അവളോട് അയാൾക്കുണ്ടായിരുന്ന ആദരവിൻ്റെ അളവ് വർദ്ധിച്ചിരുന്നു. മിസ് താരമാധവ് ഒന്നിനു പിറകെ ഒന്നായി ബിസിനസ് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൽ ഒരത്ഭുതത്തിനും അവകാശമില്ല. പുതിയ പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടുപിടിക്കാൻ മിടുക്കിയാണവൾ. എന്തിനെക്കുറിച്ചും നന്നായി പഠിക്കും. വിജയിക്കുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കാൽ വയ്ക്കൂ. മുന്നിട്ടിറങ്ങിയാൽ പിന്നെ ഏത് പ്രതിബന്ധവും തന്ത്രപൂർവ്വം തട്ടിനീക്കും. സിത്താരയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. രാജീവ് എന്താണൊന്നും മിണ്ടാത്തത്? പെട്ടെന്ന് താര ചോദിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത്? അവൾക്ക് കൗതുകമായി. ഇത്ര വേഗം പഴയ ഓഫീസ് വിടുമെന്നോ പുതിയ ഓഫീസിൽ ഇത്ര വലിയ പൊസിഷൻ ലഭിക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വിചാരിച്ചത് അതല്ലെങ്കിലും അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. താരമാധവ് ചിരിച്ചു. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്രതീക്ഷിതങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. രാജീവിനെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇത്ര വേഗം അത് നടക്കുമെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. മനസ്സിലാകാത്ത മട്ടിൽ അയാൾ അവളെ നോക്കി. ഇൻ വാട്ട് സെൻസ്? അയാൾ ചോദിച്ചു. ഇൻ എവരി സെൻസ്. അവൾ പുഞ്ചിരിച്ചു. അയാൾക്ക് അസ്വസ്ഥത തോന്നി. എല്ലാ അർത്ഥത്തിലും തന്നെ അവൾക്ക് കിട്ടിയെന്നാണ് വിചാരം. പുറത്തേക്ക് വഴിയില്ലാത്ത കാട്ടിലാണോ താൻ അകപ്പെട്ടിരിക്കുന്നത്? വരൂ രാജീവ്. ഒരു മുറിയുടെ മുന്നിലെത്തി വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് താരമാധവ് പറഞ്ഞു. അയാൾ അകത്തേക്ക് കയറി. പിന്നാലെ അവളും. ഫ്ലാഷ് ഡോർ പിന്നിൽ താനെ അടഞ്ഞു. AC-യുടെ കുളിർമ വന്ന് അയാളെ പുൽകി. ഇതാണ് ഇവിടുത്തെ എൻ്റെ ആസ്ഥാനം. രാജീവ് ചുറ്റിലും നോക്കി. വിശാലമായ മുറി. ഭിത്തികൾക്ക് ഇളം നിറത്തിലുള്ള പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. കറുത്ത ഗ്ലാസ് ചോപ്പിലുള്ള വലിയ മേശ. പിന്നിൽ റിവോൾവിംഗ് ചെയർ. മുൻവശത്ത് സന്ദർശകർക്കുള്ള പതുത്ത കസേരകൾ. മേശപ്പുറത്ത് 3 നിറത്തിലുള്ള ടെലിഫോണുകൾ. സൈഡ് ടേബിളിൽ കമ്പ്യൂട്ടർ. ഇരിക്കൂ രാജീവ്, അവൾ പറഞ്ഞു. എതിർവശത്തുള്ള കസേരകളിൽ ഒന്നിൽ അയാൾ ഇരുന്നു. മേശപ്പുറത്തെ ഫ്ലവർ വേസിൽ കടും ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കൾ. എതിർവശത്തെ ഭിത്തിയിൽ ഒരു യൂറോപ്യൻ പെയിൻറ്റിങ്. റിവോൾവിംഗ് ചെയറിലിരുന്നു കൊണ്ട് താരമാധവ് അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഇപ്പോൾ എന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? അവൾ ചോദിച്ചു. രാജീവ് ഒന്ന് പകച്ചു. സത്യസന്ധമായ ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അവൾ കൂട്ടിച്ചേർത്തു. സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു സ്ത്രീ മിസ് താരമാധവിന് വേണ്ടി വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. പ്രശംസയ്ക്ക് ഒട്ടും ഇളവ് വരുത്തിയില്ല അയാൾ. അവൾ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. ഇപ്പറഞ്ഞത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വശം മാത്രം. അല്പം ഇരുണ്ട വേറൊരു വശം കൂടിയുണ്ട് എനിക്ക്. എന്നെ ചതിക്കുന്നവരെ ഞാൻ വെറുതെ വിടാറില്ല. ക്രൂരമായ ശിക്ഷ തന്നെ കൊടുക്കും. അത് തനിക്കും കൂടിയുള്ള ഒരു താക്കീതാണെന്ന് രാജുവിന് തോന്നി. സിത്താര എന്ത് ചതിയാണ് താരയോട് ചെയ്തത്? തന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചതോ? ഇന്ന് തന്നെ ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ രാജീവിനെ ഡിന്നറിന് ക്ഷണിച്ചേനെ. നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളുണ്ട് ഇവിടെ. എപ്പോഴാണ് പോകുന്നത്? ഇപ്പോൾ തന്നെ. ഇന്നത്തേക്ക് രക്ഷപ്പെട്ടു. ഒരു കാര്യം മറന്നു. രാജീവിൻ്റെ റൂം കാണിച്ചു തന്നില്ലല്ലോ. താര പെട്ടെന്ന് ഇൻ്റർകോമിൻ്റെ റിസീവർ എടുത്തു. റോയി പ്ലീസ് കം. മാനേജർ റോയി ഫിലിപ്പിനെയാണ് അവൾ വിളിച്ചതെന്ന് രാജുവിന് മനസ്സിലായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റോയിയോട് പറഞ്ഞാൽ മതി. ഹി വിൽ സീ ഇറ്റ് ഇസ് ഡൺ. റിസീവർ വെച്ചിട്ട് അവൾ പറഞ്ഞു. അയാൾ മെല്ലെ തലകുലുക്കി. റോയി ഫിലിപ്പ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു. രാജീവിൻ്റെ റൂം റെഡിയല്ലേ? അവൾ ചോദിച്ചു. യെസ് മാഡം. രാജീവിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. പിന്നെ രാജീവിൻ്റെ താമസം തൽക്കാലം ഹോട്ടലിലല്ലേ? യെസ് മാഡം. വില്ലയിലേക്ക് എന്ന് മാറാൻ പറ്റും? ഈ വീക്കെൻഡിൽ, ഒരുപക്ഷെ വെള്ളിയാഴ്ച. താര നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഫ്രൈഡേ വേണ്ട. നല്ല ദിവസമല്ല. സൺഡേ മതി. അല്ലെങ്കിൽ തിങ്കൾ, അവൾ പറഞ്ഞു. തൻ്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധാലുവാണ് അവൾ. തിങ്കൾ മതി. കുറച്ച് ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. സൺഡേ എറണാകുളത്ത് പോയി ചെന്ന് ബാക്കി സാധനങ്ങൾ കൊണ്ടുവരണം, രാജീവ് പറഞ്ഞു. ഓക്കെ, ഇഷ്ടം പോലെ ചെയ്യൂ. പോകാനായി രാജീവ് എഴുന്നേറ്റു. ഓൾ ദി ബെസ്റ്റ്. എഴുന്നേറ്റുകൊണ്ട് അവൾ അയാളുടെ നേരെ കൈനീട്ടി. താങ്ക് യു. അയാൾ അവളുടെ കൈ പിടിച്ചു. കോൾ മീ വെൻ യു ആർ ഫ്രീ. ഞാൻ വിളിക്കാം. റോയിയോടൊപ്പം അയാൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതേ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഡെപ്യൂട്ടി ജനറൽ മാനേജർക്ക് വേണ്ടി ഒരുക്കിയ മുറി. റോയി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പിന്നാലെ രാജീവും. അതിമനോഹരമായി ഫർണിഷൻ ചെയ്ത സാമാന്യം വിശാലമായ ഒരു മുറിയായിരുന്നു അത്. താരാമാടത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ റൂം അറേഞ്ച് ചെയ്തത്. GMൻ്റെ റൂമിനേക്കാൾ വലുതാണിത്, റോയി പറഞ്ഞു. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ എന്ന് രാജീവ് ഭയന്നു. ഒരു വലിയ കമ്പനിയുടെ പ്രസിഡന്റ് എന്തിനു വെറുമൊരു ഡെപ്യൂട്ടി GMനോട് ഇത്ര പരിഗണന കാണിക്കണം? മേശയുടെ പിന്നിലെ കസേരയിൽ രാജീവ് ഇരുന്നു. കറുത്ത ലെതർ പൊതിഞ്ഞ സുഖകരമായ കസേരയായിരുന്നു അത്. റോയി, എല്ലാ സീനിയർ മാനേജർമാരുടെയും പ്രൊഫൈൽ എനിക്ക് തരണം. ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ തന്നെ, രാജീവ് ആദ്യത്തെ നിർദ്ദേശം കൊടുത്തു. എല്ലാം കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട് സാർ. പ്രിൻ്റ് എടുത്താൽ മാത്രം മതി. 1 മണിക്കൂറിനകം അതും കിട്ടും.
കമ്പനിയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ അറിയണം. ഡെപ്യൂട്ടി GM എന്ന നിലയിൽ എല്ലായിടത്തും തൻ്റെ കണ്ണുകൾ എത്തണം. റോയി ഫിലിപ്പ് പോയി കഴിഞ്ഞപ്പോൾ രാജീവ് ഒരു നിമിഷം കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. അധികനാൾ ഈ സ്ഥാനത്തുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ ഉണ്ടാവുന്ന കാലത്തോളം കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ നന്മയും ഉയർച്ചയും മാത്രമായിരിക്കണം ലക്ഷ്യം. ആദ്യം കാണേണ്ടത് ജനറൽ മാനേജർ വിജയ് സക്സേനയെയാണ്. രാജീവ് റിസീവർ എടുത്ത് അദ്ദേഹത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. കിച്ചണിൽ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഡയാന നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ക്രിസ്റ്റി ഇന്നും വരില്ല. പിന്നെ ആരാണ്? മുരളി ആയിരിക്കുമോ? ഹൗസ് കോട്ടിൻ്റെ അറ്റത്ത് വിരലുകൾ തുടച്ചിട്ട് അവൾ വേഗം ഡ്രോയിങ് റൂമിലേക്ക് ചെന്നു. പ്രതീക്ഷയോടെ വാതിൽ തുറന്നു. തൂവെള്ള ചുരിദാറും ടോപ്പും ധരിച്ച സുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഡയാൻ ചേച്ചിയല്ലേ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. അതെ എന്നർത്ഥത്തിൽ ഡയാന മെല്ലെ തലകുലുക്കി. എന്നെ മനസ്സിലായോ? ഇല്ല. അവൾ പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കേ, ഓർമ്മ വരുന്നില്ലേ? ഇല്ല. ചേച്ചിക്ക് പച്ച നിറമുള്ള ഒരു സാൻഡ്രോ കാറില്ലേ? പെൺകുട്ടിയുടെ ചോദ്യം കേട്ട് അവൾ അറിയാതെ ഒന്ന് ഞെട്ടി. ഉവ്വ്. പച്ച നിറത്തിലുള്ള ആ കാർ കുറേ നാൾ മുമ്പ് മേജർ ജയരാമൻ ചേച്ചിയോട് ആവശ്യപ്പെട്ടില്ലേ? മേജറുടെ ഓഫീസിലെ കസ്തൂരി എന്ന സ്ത്രീ വന്ന് അത് കൊണ്ടുപോവുകയും ചെയ്തു. ഡയാന അവളെ പകച്ചു നോക്കി. ആ കാർ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്കാണ് കസ്തൂരി കൊണ്ടുപോയത്. കാറിൻ്റെ ബാക്ക് സീറ്റിൽ മുരുകൻ എന്ന പേരുള്ള ഒരു തമിഴനുണ്ടായിരുന്നു. ഡയാനയുടെ തൊണ്ട വരണ്ടു. ആരാണ് നീ? ഭയത്തോടെ അവൾ ചോദിച്ചു. ഞാൻ സിത്താര. എന്നെയാണ് നിങ്ങളുടെ കാറിലിട്ട് ആ രാത്രിയിൽ മുരുകൻ ശ്വാസം മുട്ടിച്ചു കൊന്നത്. ഡയാന നടുങ്ങിപ്പോയി. അവൾ പെട്ടെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. എന്നിട്ട് നിന്നു കിതച്ചു. അവൾക്ക് തൊണ്ട വരേണ്ടതുപോലെ തോന്നി. പെട്ടെന്ന് പിന്നിൽ പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി കേട്ടു. ഡയാന ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ പെൺകുട്ടി ഡ്രോയിങ് റൂമിൽ നിൽക്കുന്നു. മരിച്ചുപോയ സിത്താരയുടെ ആത്മാവാണ് ഞാൻ. അതുകൊണ്ട് അടഞ്ഞ വാതിലിനുള്ളിലൂടെയും എനിക്ക് അകത്ത് കിടക്കാം. പ്രതികാരം ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നത്. മുരുകനെ ഞാൻ കൊന്നു കഴിഞ്ഞു. എൻ്റെ അടുത്ത ഇര നീയാണ്. അത് കഴിഞ്ഞ് കസ്തൂരി, പിന്നെ മേജർ ജയരാമൻ. ഡയാന അകത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പെൺകുട്ടി പിന്നാലെ ചെന്ന് അവളെ ബലമായി പിടിച്ചു നിർത്തി. കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് നിന്നെയും ഞാൻ കൊല്ലാൻ പോകുന്നത്. പെൺകുട്ടി ഇരു കൈകളും അവളുടെ നേർക്ക് നീട്ടിപ്പിടിച്ചു. നീണ്ടു കൂർത്ത നഖങ്ങൾ കണ്ട് അവൾ ഞെട്ടി. കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഡയാന ഉച്ചത്തിൽ കരഞ്ഞു. അടുത്തുറങ്ങിക്കിടന്നിരുന്ന ക്രിസ്റ്റി അവളുടെ നിലവിളി കേട്ട് ഞെട്ടി ഉണർന്നു. അയാൾ ബെഡ്റൂം ലാമ്പ് തെളിയിച്ചു. തലയിണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലയുരുട്ടിക്കൊണ്ട് കരയുന്നുണ്ടായിരുന്നു ഡയാന. ഡയാന, എന്താണിത്? ഡയാന, ഡയാന, ഡയാന. ക്രിസ്റ്റി അവളെ കുലുക്കി വിളിച്ചു. അവൾ കണ്ണുകൾ തുറന്നു. ഭയത്തോടെ അയാളെ നോക്കി. എന്തു പറ്റി നിനക്ക്? സ്വപ്നം വല്ലതും കണ്ടോ? ഒരു പെണ്ണ് എന്നെ കൊല്ലാൻ വന്നു. അവൾ വിക്കി വിക്കിയാണ് പറഞ്ഞത്. ഏതു പെണ്ണ്? സിത്താരയുടെ പേര് പെട്ടെന്ന് നാവിൻ തുമ്പിലേക്ക് വന്നെങ്കിലും ഡയാന അത് പറഞ്ഞില്ല. ഏതോ ഒരു പെണ്ണ്, എനിക്കറിയത്തില്ല. ക്രിസ്റ്റി അവളെ തുറച്ചു നോക്കി. വെള്ളം വേണം. ഡയാനയുടെ ഒച്ച താഴ്ന്നു പോയി. അയാൾ എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തു കൊടുത്തു. കുപ്പി വായിലേക്ക് കമിഴ്ത്തി ആ വെള്ളം മുക്കാലും അവൾ കുടിച്ചു തീർത്തു. സ്വപ്നമല്ലേ, സാരമില്ല, നീ കിടന്നുറങ്ങ്, ക്രിസ്റ്റി പറഞ്ഞു. ഇരുട്ടത്ത് കിടക്കാൻ അവൾക്ക് ഭയം തോന്നി. ലൈറ്റ് അണയ്ക്കണ്ട. അവളെ ഒന്ന് നോക്കിയിട്ട് അയാൾ കിടന്നു. ഡയാന കണ്ണുകൾ തുറന്നു പിടിച്ചു. എന്താണിപ്പോൾ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്? സിത്താരയെ പരിചയമില്ലായിരുന്നു. എന്നിട്ടും സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് എന്തിനവൾ വന്നു? തൻ്റെ കാറിലിട്ട് അവളെ കൊലപ്പെടുത്തിയത് കൊണ്ടാണോ? മുരളിയെ വിളിക്കണമെന്ന് അവൾക്ക് തോന്നി. ക്രിസ്റ്റി ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റ് മൊബൈലുമായി ബാത്റൂമിലേക്ക് പോയി. മണി 2:30. മുരളി നല്ല ഉറക്കമായിരിക്കും. എങ്കിലും അവൾ അയാളുടെ നമ്പർ എടുത്ത് വിളിച്ചു. ബെല്ലടിച്ചു. തീർന്നിട്ടും അയാൾ ഫോൺ എടുത്തില്ല. ഒരിക്കൽ കൂടി അവൾ വിളിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. തിരിച്ചു പോകാനായി അവൾ വാതിൽ തുറന്നപ്പോൾ മുരളിയുടെ ഫോൺ വന്നു. ഹലോ മുരളി, ശബ്ദം താഴ്ത്തി അവൾ വിളിച്ചു. എന്താ ഈ നേരത്ത്? ഉറക്കച്ചടവുണ്ടായിരുന്നു അയാളുടെ സ്വരത്തിൽ. മുരളി, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അർജൻറ്റാണ്. എന്തു പറ്റി നിനക്ക്? എനിക്ക് വല്ലാതെ പേടി വരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു ദുസ്വപ്നം. അവൾ കണ്ട പേക്കിനാവിനെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ അയാളോട് പറഞ്ഞു. അതൊരു വെറും സ്വപ്നമായിരുന്നില്ലേ? നീ സമാധാനപ്പെട്ട് ഡയാന. നാളെ നമുക്ക് കാണാം. ഇപ്പോൾ കിടന്നുറങ്ങ്, അയാൾ പറഞ്ഞു. പക്ഷെ മുരളി, അവൾക്ക് മതിയായില്ല. നാളെ സംസാരിക്കാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. അവൾക്ക് അപ്പോൾ കുറച്ച് മനസ്സമാധാനം തോന്നി. നാളെ മുരളിയെ കണ്ട് സംസാരിക്കണം. ക്രിസ്റ്റി ഇവിടെ കാണും. അതുകൊണ്ട് മുരളിയുടെ വീട്ടിലേക്ക് ചെല്ലാം. വാക്കുകൾ കൊണ്ടുള്ള സാന്ത്വനം മാത്രം പോരാ. ഡയാന മെല്ലെ ബെഡ്റൂമിലേക്ക് ചെന്നു. പെട്ടെന്ന് ക്രിസ്റ്റി കണ്ണുകൾ തുറന്നു നോക്കി. എവിടെ പോയി നീ? കയ്യിലിരുന്ന മൊബൈൽ അവൾ വേഗം നൈറ്റിയുടെ മടക്കിൽ ഒളിപ്പിച്ചു. ഞാൻ ബാത്റൂമിൽ. അയാൾ അമർത്തിയൊന്ന് മൂളി. ക്രിസ്റ്റിക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ? ലൈറ്റ് അണച്ച മൊബൈൽ തലയിണ കീഴിൽ വെച്ച് ഡയാന കണ്ണുകളടച്ച് കിടന്നു. ദീപ്തി ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴാണ് അശ്വതി അവളുടെ അടുത്തേക്ക് വന്നത്. സരിത മിസ് തന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തിനാ? വായിച്ചു കൊണ്ടിരുന്ന ബുക്കിൽ നിന്ന് അവൾ തലയുയർത്തി നോക്കി. താൻ എവിടെയോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അക്കാര്യം ചോദിക്കാനാണെന്ന് തോന്നുന്നു.
ഓ, പെട്ടെന്ന് ദീപ്തിക്ക് ഓർമ്മ വന്നു. എഞ്ചിനീയറിംഗ് അവസാന വർഷക്കാർക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. ഏതെങ്കിലും കമ്പനിയിൽ 2 ആഴ്ച സന്ദർശനവും പഠനവും. അതിനു മുമ്പ് വിഷയം തിരഞ്ഞെടുക്കണം. അതിന് പ്രത്യേക മാർക്കുണ്ട്. ദീപ്തി എഴുന്നേറ്റ് സരിത മിസ്സിൻ്റെ മുറിയിലേക്ക് നടന്നു. വിശാലമായ ക്യാമ്പസാണ് അത്. കുട്ടികൾ കലപില സംസാരിച്ചുകൊണ്ട് എതിരെ വരുന്നു. ഹായ് ദീപ്തി. ഹായ്. എവിടെ പോകുന്നു? സരിത മിസ് വിളിപ്പിച്ചു. ക്യാമ്പസിൽ എല്ലാവർക്കും പരിചിതയാണ് അവൾ. ക്വിസ് കോമ്പറ്റീഷന് 1ാം സമ്മാനം നേടിയതിന് വലിയ സ്വീകരണവും അനുമോദന സമ്മേളനവും പ്രിൻസിപ്പൽ സംഘടിപ്പിച്ചിരുന്നു. സരിത ടീച്ചറിൻ്റെ മുറിയിൽ അവൾ തനിച്ചായിരുന്നു. നമുക്കൊരു ടോപ്പിക് സെലക്ട് ചെയ്യേണ്ടേ ദീപ്തി? അവളെ കണ്ടു പുഞ്ചിരിയോടെ ടീച്ചർ ചോദിച്ചു. 2-3 എണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ടീച്ചർ. ഏതൊക്കെയാണ്? അവളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷയങ്ങളെക്കുറിച്ച് അവർ അല്പനേരം സംസാരിച്ചു. അതിലൊരെണ്ണം അവർ തിരഞ്ഞെടുത്തു. ഇതെവിടെ ചെയ്യാനാണ് ദീപ്തി ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ പുറത്തോ? ഇന്ത്യയിൽ ധാരാളം IT കമ്പനികളുണ്ട്. അവർ സമ്മതിച്ചാൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. കേരളത്തിൽ മതി ടീച്ചർ. അപ്പോൾ പിന്നെ ഡാഡിയുടെ കമ്പനിയിൽ തന്നെ ചെയ്യാമല്ലോ. 2 ആഴ്ച വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയുന്നത് നല്ലത് തന്നെ. പക്ഷേ ഡാഡിയുടെ ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻ പ്രൊജക്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദീപ്തി പറഞ്ഞു. അതെന്താ? സരിതയ്ക്കും കൗതുകമായി. ഡാഡിയുടെ കമ്പനിയിലാകുമ്പോൾ എല്ലാവരും ആവശ്യത്തിലേറെ എന്നെ ഹെൽപ്പ് ചെയ്യും. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന സാറ്റിസ്ഫാക്ഷൻ അതിന് കിട്ടില്ല. യു ആർ റൈറ്റ്, സരിത അവളോട് യോജിച്ചു. തിരുവനന്തപുരത്ത് തന്നെ ധാരാളം കമ്പനിയുണ്ടല്ലോ മിസ്. ഉവല്ലോ. ടെക്നോ പാർക്കിലുള്ള 4-5 കമ്പനികൾ ഞാൻ സജസ്റ്റ് ചെയ്യാം. അതിലൊരെണ്ണം ദീപ്തി സെലക്ട് ചെയ്താൽ മതി. ഒരു കടലാസ് എടുത്ത് 5 കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടാക്കി സരിത അവൾക്ക് നീട്ടി. 5ൻ്റെയും പേരുകൾ അവൾ വായിച്ചു നോക്കി. എനിക്ക് ആദ്യത്തെ കമ്പനി തന്നെ മതി മിസ്, ദീപ്തി പറഞ്ഞു. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസ്. നന്നായി. അവിടുത്തെ ജനറൽ മാനേജർ മിസ്റ്റർ വിജയ് സക്സേനയെ എനിക്ക് പരിചയമുണ്ട്. താങ്ക് യു മിസ്, ദീപ്തി തൃപ്തിയോടെ പുഞ്ചിരിച്ചു.